Hello, good morning students. നമ്മൾ ഈ ഒരു സെമസ്റ്ററിലെ രണ്ടാമത്തെ യൂണിറ്റ് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ഇലക്ട്രോൺ സ്പീഷീസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. ഹൈഡ്രജൻ ആറ്റം ആണ് കംപ്ലീറ്റ്ലി സോൾവബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനും ഡിഫറെൻറ്റ് എനർജി ലെവൽസും അവരുടെ വേവ് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസും ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പം ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണേ ഉള്ളൂ, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സ്റ്റഡി ചെയ്യാൻ വളരെ ഈസിയാണ്. അതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ്, ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അറിഞ്ഞാൽ മതി. പക്ഷേ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് ആണ് മെനി ഇലക്ട്രോൺ സിസ്റ്റംസ് വരുമ്പോഴത്തേക്കും, ഇല്ലേ? ഒന്നിലധികം ഇലക്ട്രോൺസും പിന്നെ അതുപോലെ തന്നെ ഒന്നിലധികം ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്കും നാച്ചുറലി അതിൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇലക്ട്രോൺ റിപ്പൾഷൻ, ഇലക്ട്രോൺ പ്രോട്ടോൺ അട്രാക്ഷൻ, ഇല്ലേ? അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും they are not stationary, all of them are moving, ഇല്ലേ? അപ്പോൾ അതെല്ലാം വരുന്നത് കൊണ്ട് ഒരുപാട് ടൈപ്പിലുള്ള ഇഫക്ട്സ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെക്കാട്ടിലും കോംപ്ലിക്കേറ്റഡ് ആണ് രണ്ട് ആറ്റംസ് അല്ലെങ്കിൽ രണ്ടിലധികം ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ട് പേര് തമ്മിൽ വിവാഹം കഴിക്കുന്നത് പോലെ തന്നെയാണ് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. രണ്ട് ഡിഫറെൻറ്റ് സറൗണ്ടിങ്സും രണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും ഉള്ള രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സിസ്റ്റത്തിനൊന്നും നമുക്ക് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ദെയർ എനർജി ആൻഡ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തു. ഡിഫറെൻറ്റ് അപ്രോച്ചസിലൂടെ നമുക്ക് ഒരു സിസ്റ്റത്തിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ആ ഡിഫറെൻറ്റ് അപ്രോച്ചസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള രണ്ട് അപ്രോച്ചസ് ആണ്. ഒന്ന് പെർട്ടർബേഷൻ മെത്തേഡും രണ്ടാമത്തേത് വേരിയേഷൻ മെത്തേഡ്. ഫസ്റ്റ് വൺ ഈസ് പെർട്ടർബേഷൻ മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് വേരിയേഷൻ മെത്തേഡ്. ഇനി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പെർട്ടർബേഷൻ മെത്തേഡ് വെച്ചിട്ടാണ്. Okay, now first of all let's see what is perturbation method. Perturbation method is applied if the system differs only slightly from the unperturbed one, and if the energy E0 and the wave function psi0 for the unperturbed state are known. അപ്പോൾ പെർട്ടർബേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഈസ് അപ്ലൈഡ്, എപ്പോഴും ഇത് അപ്ലൈ ചെയ്യുന്നത് ഈസ് അപ്ലൈഡ് if the system differs only slightly from the unperturbed state. അതായത് ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഹൈഡ്രജൻ ആറ്റം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്ന സിസ്റ്റം വി ക്യാൻ സോൾവ് ഇറ്റ് കംപ്ലീറ്റ്ലി. അതിൻ്റെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്സ് എനർജി, their wave functions. കംപ്ലീറ്റ് സൊല്യൂഷന് പോസിബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് an unperturbed state. But what happens when this hydrogen atom is placed in an external magnetic field or in an external electric field?
അപ്പം നോർമലായിട്ട് ഹൈഡ്രജൻ ആറ്റം നിൽക്കുമ്പോഴത്തേക്ക് എന്താ, അതിനൊരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോണെ വളരെ സ്മൂത്ത് ആയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൽ 1s ഓർബിറ്റിൽ ഒരു സ്ഫെറിക്കലി സിമെട്രിക്കൽ ഓർബിറ്റിൽ അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ വേവ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാനായിട്ടോ അവരുടെ എനർജി കണ്ടുപിടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. Okay, but what happens when it is present in an external magnetic field? ഒരു external magnetic field വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോണിന്റെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യും. That means in that case there establishes a perturbation. അതുപോലെ similarly when we apply an electric field, similar perturbation occurs. That reflects as Zeeman effect and Stark effect. Splitting up of spectral lines in an external magnetic field is called a Zeeman effect, and splitting up of signals, spectral lines in an external electric field is known as Stark effect. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം Zeeman effectും Stark effectും ഒരു പെർട്ടർബ്ഡ് സ്റ്റേറ്റും നോർമൽ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് അൺപെർട്ടർബ്ഡ് സിസ്റ്റവുമാണ്. ഓക്കെ, ഈ പെർട്ടർബേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് ഇതിൻ്റെ ഈ അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കേസസിലാണ് പെർട്ടർബേഷൻ മെത്തേഡ് അല്ലെങ്കിൽ പെർട്ടർബേഷൻ അപ്രോച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്ക് അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാം, പെർട്ടർബേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സിമിലർലി നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പി പഠിച്ചപ്പോൾ നിങ്ങൾ അതിൻ്റെ ഹാർമോണിക് ഓസിലേറ്റർ എന്നുള്ള കൺസെപ്റ്റിലാണ് ഫസ്റ്റ് തുടങ്ങിയത്. ഡയറ്റോപിക് മോളിക്യൂൾ ബിഹേവ്സ് ആസ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അതിനനുസരിച്ച് അതിൻ്റെ എനർജി എക്സ്പ്രഷനും അതിന് വരാവുന്ന സ്പെക്ട്രൽ ട്രാൻസിഷൻസ് എങ്ങനെയായിരിക്കും എന്നും ഒക്കെ ഉള്ളത് നിങ്ങൾ ഒന്ന് ആദ്യം നോക്കി അല്ലേ. പിന്നെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ ഡയറ്റോമിക് മോളിക്യൂളിന് സിംഗിൾ ലൈനേ കിട്ടത്തുള്ളൂ, സ്പെക്ട്രൽ ലൈനേ കിട്ടത്തുള്ളൂ. ബട്ട് നമ്മുടെ ആക്ച്വൽ പ്രാക്ടീസിലോ ഒന്നിലധികം ലൈൻസ് കിട്ടുന്നുണ്ട് സിമ്പിൾ ഡയറ്റോമിക് മോളിക്യൂൾ ലൈക്ക് HCl. ഓക്കെ, അതിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഈ ഡയറ്റോമിക് മോളിക്യൂൾസ് ഹെറ്ററോ അറ്റോമിക് ഡയറ്റോമിക് മോളിക്യൂൾസ് ഒരിക്കലും സിമ്പിൾ ഹാർമോണിക് ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. അവരെങ്ങനെയാ ബിഹേവ് ചെയ്യുന്നത്, ദേ ആർ അൺഹാർമോണിക് ഇൻ നേച്ചർ. ഓക്കെ, ഇപ്പം നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരു ഗ്രാഫും ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ, മോഴ്സ് കർവ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അൺഹാർമോണിസിറ്റി കാണിക്കുന്ന ഒരു കർവായിരുന്നു ഈ മോഴ്സ് കർവ് എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ ഈ അൺഹാർമോണിസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ കൺസെപ്റ്റ് എന്ന് പറയുന്ന അൺപെർട്ടർബ്ഡ് സിസ്റ്റത്തിനകത്തുള്ള ഒരു പെർട്ടർബേഷൻ ആണ് അൺഹാർമോണിസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇതുപോലെ ഈ വൈബ്രേറ്റിംഗ് മോളിക്യൂൾസിനെ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന എന്താണ്, വൈബ്രേഷൻ എനർജിയെക്കാട്ടിലും കുറഞ്ഞ എനർജി മതി റൊട്ടേഷണൽ മോഷന്. ഓക്കെ, അപ്പം റൊട്ടേഷണൽ ട്രാൻസിഷനും ഈ വൈബ്രേഷണൽ ട്രാൻസിഷൻസിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടെന്ന് പഠിച്ചു. അപ്പം അൺഹാർമോണിസിറ്റി കൂടാതെ അൺഹാർമോണിസിറ്റി ഒന്ന് സോൾവ് ചെയ്ത് വന്നപ്പോഴാണ് എന്ത് പ്രശ്നം വന്നത്, ഈ റൊട്ടേഷണൽ ട്രാൻസിഷൻ എന്ന് പറയുന്ന പെർട്ടർബേഷൻ വന്നത്. സോ അവിടെ നമ്മൾ അടുത്ത അൺഹാർമോണിസിറ്റി അല്ലെങ്കിൽ അടുത്ത പെർട്ടർബേഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തു. അപ്പോഴാണ് അടുത്തത് ആ പ്രശ്നം വീണ്ടും വന്നത്, സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷൻ. റൊട്ടേറ്റിംഗ് മോളിക്യൂൾസിന് സെൻട്രിഫ്യൂഗൽ ഡിസ്റ്റോർഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, എഗെയിൻ അടുത്ത പെർട്ടർബേഷൻ അപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെ നോൺ സിസ്റ്റത്തിനെ നമ്മൾ ചെറിയ പെർട്ടർബേഷൻ, ചെറിയ ഡിസ്റ്റർബൻസസ് കൊടുത്ത് സോൾവ് ചെയ്ത് വരുന്ന മെത്തേഡാണ് പെർട്ടർബേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം, ഇവിടെ നമ്മുടെ സാധാരണ ഒരു അൺപെർട്ടർബ്ഡ് സ്റ്റേറ്റിന്റെ E0 ആണ് അതിന്റെ എനർജി എന്നും അതുപോലെ അതിന് കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ Psi0 ആണെന്നും നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി പെർട്ടർബേഷൻ തിയറി
involves the determination of eigenfunctions. Eigenfunctions എന്ന് പറയുന്നത് എന്താണ്? Psi-n's. Psi-n ആണ് eigenfunctions and corresponding eigenvalues En's of the perturbed Hamiltonian. H cap എന്നാണ് Hamiltonian സാധാരണ നമ്മൾ represent ചെയ്യുന്നത്. Of the unperturbed Hamiltonian. The perturbed Hamiltonian, perturbed conditionil വരുന്ന Hamiltonian ആണെന്ന് ഞാൻ പറഞ്ഞു H cap എന്ന് പറയുന്നത്. Perturbed conditionil വരുന്ന Hamiltonian ആണ് H cap എന്ന് പറയുന്നത്. So H cap is equal to H0 cap plus lambda H dash cap. Okay, അപ്പോൾ ഇതെന്താ ഈ കൊടുത്തിരിക്കുന്നത്? That is ഒന്നുകൂടെ ഞാൻ എഴുതാം. H cap is equal to H0 cap plus lambda H dash cap. Here, what does it indicate? ഇവിടെ നമ്മുടെ H cap എന്ന് പറയുന്നത് H cap എന്ന് പറയുന്നത് this represents the Hamiltonian operator for the perturbed system. This represents for the perturbed system. Hamiltonian of the perturbed system, and this H0 represents Hamiltonian of the unperturbed system. ശല്യപ്പെടുത്തലൊന്നും ഇല്ലാതിരിക്കുന്ന സിസ്റ്റം ആണ് unperturbed system. Okay, and this lambda represents degree of perturbation. മനസ്സിലായല്ലോ? And H dash എന്ന് പറയുന്നത് H dash is the Hamiltonian of the small perturbation. അതായത് എത്രമാത്രം ചേഞ്ച് ആണോ വന്നത് അതിനെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ H എന്ന് പറയുന്നത് H dash എന്ന് പറയുന്നത്. Okay, H dash represents the Hamiltonian of the small perturbation. Okay, അപ്പോൾ നമ്മളുടെ ആദ്യത്തെ അസംഷൻ ആണ് എന്ത്? Hamiltonian, perturbed systemത്തിന്റെ Hamiltonian എന്ന് പറയുന്നത് can be represented as H0 cap plus lambda H dash cap, where H0 cap is the Hamiltonian of the unperturbed system and lambda is the degree of perturbation and H dash is the small perturbation. Okay, and നമ്മൾ ഇനി അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും H cap എന്ന് ഞാൻ പറയില്ലായിരിക്കും. അപ്പോൾ അത് ഉദ്ദേശിച്ച് മനസ്സിലാക്കണം. H എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ് H എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഡിഗ്രി ഓഫ് പെർട്ടുർബേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. വലിയൊരു പെർട്ടുർബേഷൻ അല്ല, വലിയൊരു ചേഞ്ചിനെ അല്ല, സ്മോൾ ചേഞ്ചസിനെയാണ്, വളരെ ചെറിയ ചേഞ്ചസിനെയാണ് ഈ ഡിഗ്രി ഓഫ് പെർട്ടുർബേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെസിമൽ പ്ലേസസിലായിരിക്കും അത് വരുന്നത്. ക്ലിയർ ആയല്ലോ? Now നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ഈ പെർട്ടുർബേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ടുള്ളത്. Okay, the perturbation theory is to calculate the correction terms for the eigenfunctions and eigenvalues and add them up to those for the unperturbed system. അപ്പോൾ ഈ perturbation theory എന്ന് പറയുന്നത് എന്താണ്? ഈ perturbation theory is used to calculate the correction terms for the eigenfunctions
and eigenvalues and add them up to those for the unperturbed system. Okay, but perturbation theory is used to calculate the correction terms, for the eigenvalues and eigenfunctions and add them up to those for the unperturbed system. അപ്പോൾ ഓരോ പ്രാവശ്യം ഉണ്ടാവുന്ന unperturbed സിസ്റ്റത്തിനകത്തുള്ള eigen functionsനെ eigen valuesനെ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്ഷൻ ടേം കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് എന്നിട്ടോ അവരെ ആഡ് ചെയ്ത് കൊണ്ടുവരിക. അതായത് കറക്ഷൻ ടേം എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് ടേംസ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ അതിന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് H0 psi n0 is equal to En0 psi n0. എന്താ ഈ 0 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ദിസ് റെപ്രസെന്റ്സ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെന്നുള്ള കാണിക്കാനാണ്, അല്ലെങ്കിൽ unperturbed system ആണ്. This is the Schrodinger equation for the perturbed and this is the Schrodinger equation for the unperturbed system. Okay, similarly for the unperturbed system we can write it as H psi n. Okay, H psi n is equal to En psi n. H psi n H cap ആണ്, ഹാമിൽട്ടോണിയൻ എന്നുള്ള ഓർത്തോണം. H psi n is equal to En psi n. But from the previous slide we already written that H cap is equal to, നമ്മൾ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? H cap is equal to H0 cap plus lambda H dash cap. ഇങ്ങനെയല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ വരുന്നത്? That is H0 cap plus lambda H dash cap into psi n is equal to En psi n. Okay, and where the subscript n denotes the state of the system. Here this subscript n denotes the state of the system. Expand these functions as Taylor series, assuming that lambda h dash is very much less than h dash. Okay, ഈ lambda h dash എന്ന് പറയുന്നത് വെച്ചാൽ വളരെ ചെറുതാണ്. അപ്പം കാരണം ഇത് ഡെസിമൽ പ്ലേസിലുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഈ ലാംഡ എച്ച് ഡാഷിനെ എങ്ങനെ എഴുതാം? എച്ച് ഡാഷ് ക്യാപ്പ് എന്ന് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് എക്സ്പാൻഡ് ദീസ് ഫങ്ഷൻസ് ആസ് ടൈലർ സീരീസ്. ടൈലർ സീരീസ് എന്ന് പറഞ്ഞാൽ മാത്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ദാറ്റ് മീൻസ് psi n can be written as psi n0 plus lambda psi n1 plus lambda square psi n of 2 plus lambda cube into psi n3 plus etc. Similarly, En can be written as En is equal to En0 plus lambda psi n1, not psi n, it is that is En plus lambda square En of 2 plus lambda cube En of 3 plus etc. Okay, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. This is equation number 3 and this is equation number
1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വേർ en of k and psi n of k represents the kth order correction terms. These are the kth order correction terms to the psi n 0 and en 0. ഓക്കെ, ഇപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിനകത്തുള്ള കറക്ഷൻ ടേംസ് ആണ് ഈ kth ഓർഡർ കറക്ഷൻ ടേംസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ. അല്ലാതെ ഇത് സൈൻ ക്യൂബ് എന്നൊന്നും വായിക്കരുത്, ഇ എൻ ക്യൂബ് ഒന്നും അല്ല. ഇത് ഓർഡർ ഇത്രാമത്തെ തേർഡ് ഓർഡർ കറക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഇത് തേർഡ് ഓർഡർ കറക്ഷൻ ടു ദ വേവ് ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ ലാംഡയുടെ എന്താണ് ലാംഡ സ്ക്വയർ ലാംഡ റേസ് ടു 3 അങ്ങനെ പോകും. ഓക്കെ, ഇതിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെയ്ലർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ ഇക്വേഷൻ ഈ വാല്യൂസ് ഇക്വേഷൻ നമ്പർ 2 and 3 ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ലാംഡ എച്ച് ഡാഷിന് പകരമായിട്ട് എന്ത് കൊടുത്താൽ മതി, എച്ച് ഡാഷ് എന്നുള്ളത് കൊടുത്താൽ മതി. കൊടുത്തിട്ട് എച്ച് ഡാഷ് എന്നുള്ളതല്ല, ഇക്വേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ സൈനിന്റെ വാല്യൂ ഇഎനിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊരു റീഅറേഞ്ച്മെന്റ് നടത്തിയതിന് ശേഷം നമ്മുടെ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ വരും. ദാറ്റ് ഈസ് H0 cap psi n 0 മൈനസ് En psi n 0 plus lambda h0 psi n 1 plus h dash psi n of 0 minus En 0 psi n of 1 minus En 1 psi n 0, okay, plus plus lambda square into h0 psi n 2 plus h dash psi n 1 minus En 0 psi n of 2 minus En of 1 psi n 1 minus En 2 psi n 0 plus etc is equal to 0. അപ്പം നോക്കുക, ദിസ് ഈസ് ഒരു ലാംഡ റേസ് ടു 0 എന്ന് നിൽക്കും. ഇത് ലാംഡ റേസ് ടു 1, ലാംഡ റേസ് ടു 3, അടുത്ത ടൈം എന്ന് പറയുന്നത് എന്താ, ലാംഡ റേസ് ടു 3യിൽ നിൽക്കും, ലാംഡ ക്യൂബ് അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കറക്ഷൻ ടേംസ് എന്ന് പറയുന്നത്. ലാംഡ റേസ് ടു 1 എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് ഓർഡർ കറക്ഷൻ എന്ന് പറയും. ലാംഡ റേസ് ടു 2 എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ കറക്ഷൻ ടേം എന്ന് പറയും. ലാംഡ റേസ് ടു 3 എന്ന് പറയുന്നത് തേർഡ് ഓർഡർ കറക്ഷൻ ടേംസ് എന്ന് പറയും. ഓക്കെ, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലാംഡ വാല്യൂസ് എങ്ങനെയാണ്, ദേ ആർ നെഗ്ലിജിബിളി സ്മോൾ അല്ലേ, വളരെ കുറവായതുകൊണ്ട് ഡെസിമൽ പ്ലേസസിലാണ് വരുന്നത്. അപ്പൊ ഈ ഹയർ ഓർഡർ വരുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നത്, ലാംഡ സ്ക്വയർ ഇപ്പൊ 0.05 എന്നുള്ളതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്ര വരുന്നത്, 0.05 ആണെങ്കിൽ 0.0025 വരും ഇല്ലേ. അതുപോലെ തന്നെ അതിന്റെ അടുത്ത സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും അതിലും കുറഞ്ഞ വാല്യൂസ് ആണ് വരുന്നത്. അപ്പം ഈ സ്ക്വയർ വാല്യൂസ് അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഫോർത്ത് കറക്ഷൻ ടേംസ് അങ്ങോട്ട് പോകുന്നതനുസരിച്ചിട്ട് വാല്യൂസ് എന്തായിട്ട് വരും, നെഗ്ലിജിബിൾ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് വന്ന് നമുക്ക് പലതും അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇഗ്നോർ ചെയ്യാനായിട്ട് പറ്റും, നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓർഡർ കറക്ഷൻ മാത്രം, ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത് മാത്രമേ നിങ്ങളെ സംബന്ധിച്ചിട്ട് വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇത് നോക്കാം, ഈ ഓരോ ടേംസും ലാംഡ റേസ് ടു 0, ലാംഡ റേസ് ടു 1, ലാംഡ റേസ് ടു 2
plus etc. equal to എന്താ വന്നിരിക്കുന്നത് 0 ആണ്. Okay, and this equation holds if the coefficient of each power of lambda is 0 individually. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? The coefficient of each power of lambda is 0. അപ്പോൾ ഓരോ ടേംസും എങ്ങനെയായിരിക്കണം? 0 ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ എന്ത് ചെയ്യത്തുള്ളൂ? സാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. Therefore, we can write lambda raised to 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. lambda raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? That is h0 psi n0 is equal to en0 psi n0. That means h0 psi n0 minus en0 psi n ഈ ടേം ഓക്കെ is equal to 0 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. Similarly, lambda raised to 1 ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? That is h0 minus en0 psi n of 1 is equal to minus h1 psi n0 plus en1 psi n0. This is equation number corresponding ആയിട്ടുള്ളത് കൊടുക്കാം. ഓക്കെ, ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് ലാംഡ സ്ക്വയറിന്റെ ടേം വരുന്നത്, അതായത് ഈ ഇക്വേഷൻ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതല്ലേ, അത് നമുക്ക് എഴുതാവുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കേ. ദാറ്റ് ഈസ് h0 minus en0 psi n of 2 is equal to minus h dash, that is psi n1 plus en1 psi n1 plus en square en2 psi n0. This is 2. Okay, അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമുക്ക് എഴുതാം. Okay, and this equation see, this equation is the Schrodinger wave equation. Schrodinger wave equation for the unperturbed state system. This equation represents unperturbed state. Okay. Okay, and whose solutions are supposed to be known. Equations, these two equations provide first and second order correction to the unperturbed wave functions. Okay, these two equations provide first and second order corrections to the perturbed wave functions psi n0 and en0. Okay, clear ayallo?